മാഷേ മറുപടി. അതായത് പിന്നെ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ മുഴുവൻ അംഗങ്ങളും അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ മുഴുവൻ ആളുകളും വോട്ടിങ്ങിൽ പങ്കെടുക്കാതിരുന്നത്? അത് ആത്മാർത്ഥത കുറവിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ബഹുമാന്യനായ വർഗീസ് ജോർജ് സാറും ബഹുമാനപ്പെട്ട ഡോക്ടർ ഹരിയും ഇവിടെ അവതരിപ്പിച്ചത്. ഞാനതിനെക്കുറിച്ച് പറയുമ്പോൾ 2023 നമ്മൾ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 543 അംഗങ്ങളുള്ള സഭയിൽ 454 പേരാണ് വോട്ടിങ്ങിൽ പങ്കെടുത്തത്. അന്നും വിപ്പും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 99 പേര് അന്നത്തെ വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഏകകണ്ഠമായിട്ടാണ് ബില്ല് പാസ്സാക്കിയത്. സാങ്കേതികമായി 2 പേര് എതിർത്തെങ്കിലും എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ അന്ന് 99 പേര് സഭയിൽ ഹാജരായില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് സാങ്കേതികമാണ്, സ്വാഭാവികവുമാണ്. അല്ലാതെ അത് BJPയുടെ ശക്തിക്ഷയമായി അല്ലെങ്കിൽ ആത്മാർത്ഥക്കുറവായി അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് യഥാർത്ഥ കാര്യങ്ങളെ വളച്ചൊടിക്കലാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം വിപ്പ്, കോൺഗ്രസും വിപ്പ്, എല്ലാവരും വിപ്പ് നൽകിയിട്ടുണ്ട്. ആ വിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമായും സഭയിൽ പങ്കെടുക്കാനുള്ള ബാധ്യത അംഗങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് അവർ പങ്കെടുത്തില്ല എന്നതിനെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകളിൽ അതിൻ്റെ അന്വേഷണം മറ്റു കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ട് വരും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞുവല്ലോ, എല്ലാ അംഗങ്ങളുടെയും സമ്പൂർണ്ണമായ സഹകരണം, ആത്മാർത്ഥമായ സഹകരണം ഈ ബില്ലിനുണ്ടാകും എന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിച്ചത്, ഗവൺമെൻറ് പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചേർന്ന്, നേരത്തെ വർഗീസ് ജോർജ് മനോഹരമായി അത് പറഞ്ഞു, എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ആരുടെയും സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കുത്തക ഞങ്ങളാണ് അല്ലെങ്കിൽ ഞങ്ങളുടേത് മാത്രമാണ് എന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും എന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ സഭയിലെ മുഴുവൻ അംഗങ്ങളും രാഷ്ട്രീയ കക്ഷികളും പെരുമാറും എന്ന പ്രതീക്ഷ തന്നെയാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഈ 13 പേര് 15 പേര് പങ്കെടുത്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വർഗീസ് ജോർജ് സാറ് പ്രസക്തമായൊരു കാര്യം പറഞ്ഞു. അതായത് 2001 84 ഭേദഗതി, 84 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് 25 വർഷത്തേക്ക് നമ്മൾ അത് ഫ്രീസ് ചെയ്തത്. എന്തായിരുന്നു ആ ഭരണഘടനാ ഭേദഗതിയുടെ താല്പര്യം? എന്തുകൊണ്ടാണ് എല്ലാ 10 വർഷവും കൂടുമ്പോൾ നടക്കുന്ന സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി, ജനസംഖ്യാ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി മണ്ഡലം പുനർനിർണയം നടത്തണം എന്ന താല്പര്യത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീസ് ചെയ്തത്? അതിൻ്റെ കാരണം, ഒറ്റ കാരണമേ ഉള്ളൂ. അതിൽ 2001 ഇങ്ങനെയൊരു ഭേദഗതി കൊണ്ടുവരാനുണ്ടായ പശ്ചാത്തലം നമ്മുടെ രാജ്യത്തെ ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ, ആ ജനസംഖ്യയുടെ നിയന്ത്രണം അനിവാര്യമാണ് എന്ന നിലയ്ക്ക് പോപ്പുലേഷൻ കൺട്രോൾ എന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ നാടിനെ മുഴുവൻ എത്തിക്കണം എന്നുള്ള നിലയ്ക്ക് അതിനുള്ള ഒരു സാവകാശം, അത് കഴിഞ്ഞിട്ട് മതി ഈ പറയുന്ന സെൻസസിനെ, ജനസംഖ്യാ കണക്കെടുപ്പിനെ അനുസരിച്ചുള്ള മണ്ഡല പുനർനിർണയം എന്ന ആശയമാണ് 2001 ഭേദഗതിക്ക് പശ്ചാത്തലമായി വന്നത് എന്ന കാര്യത്തിൽ ഡോക്ടർ ഹരിയും വർഗീസ് ജോർജ് സാറും സമ്മതിക്കും, അല്ലെങ്കിൽ അത് അനുകൂലിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആ സങ്കല്പം അനുസരിച്ച് ഇപ്പോൾ നമുക്കറിയാം കേരളവും തമിഴ്നാടുമാണ് അക്കാര്യത്തിൽ കൂടുതൽ ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും സാധിച്ചില്ല. അത് കേവലം ഭരണകൂട സംവിധാനത്തിൻ്റെ കുറവായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വലിയ ബോധവൽക്കരണം ജനസംഖ്യാ നിയന്ത്രണവുമായി എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും നടത്താറുണ്ട്. ആ ബോധവൽക്കരണം ഉൾക്കൊള്ളേണ്ടതും അതനുസരിച്ച് പെരുമാറേണ്ടതും സാമാന്യ ജനങ്ങളാണ്. അപ്പം നമ്മൾ ജനസംഖ്യയെ സംബന്ധിച്ചൊക്കെയുള്ള പാഠങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തുമ്പോൾ, അതിലേക്ക് നമ്മൾ പോകുമ്പോൾ പറയാറുണ്ടല്ലോ, ജനങ്ങളുടെ സാക്ഷരത അതൊരു പ്രശ്നമായി മാറും, ജനങ്ങൾ അനുഭവിക്കുന്ന സാമൂഹികമായ അവരുടെ സ്റ്റാറ്റസ് അതൊരു പ്രശ്നമാണ്, അവർ അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ജനസംഖ്യാ വർധനവിനെ അല്ലെങ്കിൽ ജനസംഖ്യയുടെ ഏറ്റക്കുറച്ചിലിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങളും പലയിടങ്ങളിലും ഉള്ളതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ജനസംഖ്യ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 180 കോടി വരെയൊക്കെ എത്തി നിൽക്കുകയാണ്.
അപ്പോൾ ഏതായാലും ഇതിനിങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2001 ഭരണഘടനാ ഭേദഗതി അനുസരിച്ചുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് മണ്ഡല പുനർനിർണ്ണയം എന്ന ആശയം ഫ്രീസ് ചെയ്തതും ഇപ്പോൾ 2026 തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ നീട്ടി കൊണ്ടുപോകുന്നത് ശാസ്ത്രീയമല്ല. അപ്പോൾ ഡോക്ടർ ഹരി പറഞ്ഞല്ലോ, അമിത്ഷാജി പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. 20 ലക്ഷത്തിലേറെ വോട്ടർമാരുള്ള 127 മണ്ഡലങ്ങളുണ്ട് ഭാരതത്തിൽ. എന്നാൽ പിന്നെ ലക്ഷം പോലും ഇല്ലാത്ത പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു അസന്തുലിതാവസ്ഥയാണ്. അത് നമുക്ക് നീക്കിയെടുക്കേണ്ടതുണ്ട്. അത് ഇനിയും നമ്മൾ കാത്തു നിൽക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. 2023 നമ്മളത് പാസ്സാക്കിയപ്പോൾ തന്നെ പലരും ഇതെപ്പോൾ നടപ്പാക്കാനാണ്, ഇതൊന്നും നടപ്പാകാൻ പോകുന്നില്ല എന്ന് പരിഹസിച്ചവരാണ്. അവരാണ് ഇപ്പോൾ എന്തിനാണ് ഇത്രയും വേഗം നടപ്പാക്കുന്നത്, എന്തിനാണ് ധൃതി കാണിക്കുന്നത് എന്ന ചോദ്യവുമായി രംഗത്ത് വരുന്നത്. ഇതിന് ഒറ്റ കാരണം ചില മുൻവിധികളാണ്. ആ മുൻവിധിയിലൊന്നാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയി തീരും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇന്നലെ വർഗീസ് ജോർജ് സാർ സംസാരിക്കുമ്പോൾ അത് സൂചിപ്പിച്ചല്ലോ. BJP തന്നെ ആകും എന്ന് എന്തിനാണ് കോൺഗ്രസ് ഉറപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട നേതാക്കന്മാർ എന്തിനാണ് BJP തന്നെയാകും ഇനിയും ഇതിൻ്റെ ഗുണഭോക്താക്കൾ? വരുന്ന തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രവർത്തിക്കട്ടെ പ്രതിപക്ഷ. ഇപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത പ്രതിപക്ഷ ഐക്യം നോക്കൂ. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടിയിരുന്ന പ്രതിപക്ഷ ഐക്യം ഉണ്ടാകാതെ ഇരുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് പോലും കാണിക്കാത്ത ശുഷ്കാന്തി, പ്രതിപക്ഷങ്ങളുടെ ഐക്യത്തെ സംബന്ധിച്ചുള്ള ഇവരുടെ വേവലാതി, അന്ന് പോലും ഇല്ലാത്ത വേവലാതി ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ, ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വികാരം ഇത്രയും ആവേശത്തോടെ ഒന്നിച്ചു വരാനുള്ള ഒരു മനോഭാവം ചില നിർണായക ഘട്ടങ്ങളിൽ ഉണ്ടാവാതിരുന്നത്? അത് ഞാനീ പറഞ്ഞ മുൻവിധിയാണ് അതിൻ്റെ കാരണം. BJP നേട്ടം കൊയ്യും, അത് പാടില്ല എന്നുള്ളത് ഞാനത് സൂചിപ്പിച്ചല്ലോ. BJP നേട്ടം കൊയ്യാൻ ഈ കുറുക്ക് വഴിയൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് സംഘടനാ സംവിധാനമുണ്ട്. അത് വർഗീസ് ജോർജ് സാറ് പറഞ്ഞതുപോലെ പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികൾ ദുർബലരാണെന്നോ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ അത്ര ശക്തരല്ലെന്നോ ഒക്കെയുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ BJPക്ക് ക്ഷയം സംഭവിക്കുന്നു എന്ന് വർഗീസ് ജോർജ് സാറ് പറയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിലെ അന്തരീക്ഷമല്ല ബഹുജനങ്ങൾക്കിടയിൽ, സാമാന്യ ജനങ്ങൾക്കിടയിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഉജ്ജ്വല വിജയം തന്നെയാണ് കൈവരിച്ചത്. ശതമാനക്കണക്കിൽ വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. വോട്ട് ഷെയറിൻ്റെ ഭാഗമാകുന്ന വിവിധ വിഭാഗങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം അങ്ങേറ്റം വർദ്ധിച്ചു വരുന്നുണ്ട്. അനേകം ക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങളിലേക്ക് എത്താൻ പാർട്ടിക്കും സർക്കാരിനും കഴിയുന്നുണ്ട്. അതിനൊക്കെ ജനങ്ങളുടെ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനധികം ഈ വനിതാ സംവരണ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച സന്ദർഭത്തിൽ 2010 രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടീൽ അവർ പ്രതിജ്ഞാബദ്ധമാണ് ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ ബില്ലിനെ അങ്ങേറ്റം ആദരിച്ച ഒരു മഹത് വ്യക്തിയാണ് പ്രതിഭ പാട്ടീൽ. അവർ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു. ഈ പുതിയ തുടക്കം, ഈ വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രതിഭ പാട്ടീൽ, ഡോക്ടർ ഹരിയുടെ നേതാവ് കൂടിയായിരുന്ന പ്രതിഭ പാട്ടീൽ, ലോക്സഭ ഈ നമ്മുടെ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചത് എന്ന് ഡോക്ടർ ഹരിയെങ്കിലും ഓർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ നിലയ്ക്ക് മോദി സർക്കാർ അനുവർത്തിക്കുന്ന എല്ലാ നയസമീപനങ്ങളെയും ക്ഷേമ പദ്ധതികളെയും സർവാത്മന സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്ന് കാണാതെ വയ്യ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അല്ലാതെ പാർലമെൻറ്റിൽ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് ഒറ്റ കാര്യം കൂടി അനിൽജി, ഈ ഇപ്പം ഹരി എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയം എന്ന ആശയം കൂടി വരുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വരികയാണ് ഹരി. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 543 അംഗങ്ങളുള്ള നമ്മുടെ സഭയിൽ വനിതാ സംവരണം നടപ്പിലാക്കിയാൽ 181 പേരാണ് വനിതകളായിട്ട് നമ്മുടെ സഭയിലുണ്ടാവുക. എന്നാൽ ഇപ്പോഴത്തെ ബില്ലിൽ വ്യവസ്ഥ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഡീലിമിറ്റേഷൻ അത് പാസ്സാവുമായിരുന്നുവെങ്കിൽ 850ഓളം അംഗങ്ങൾ സഭയിൽ വരും. അതിൽ 283 വനിതാ അംഗങ്ങളുണ്ടാകും. അപ്പം 181 ഉണ്ടാകേണ്ട സ്ഥാനത്ത് 283 വനിതാ അംഗങ്ങൾ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, വിവിധ പ്രദേശങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റിലേക്ക് വരുന്നതല്ലേ നമുക്കെല്ലാവർക്കും നല്ലത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ആഗോള ശരാശരിയെക്കുറിച്ച്. ആഗോള ശരാശരി 26% ഈ വനിതാ പ്രാതിനിധ്യം ഭരണകൂട സംവിധാനങ്ങളിൽ. പക്ഷേ ചെറിയ ചില രാജ്യങ്ങൾ, റുവാണ്ട,
എനിക്ക് തോന്നുന്നു റുവാണ്ട, അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ, 2-3 രാജ്യങ്ങളിൽ മാത്രമാണ് 50%-ലധികം വനിതാ പ്രാതിനിധ്യമുള്ളത്. നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങൾ ബംഗാളിലും പാകിസ്ഥാനിലും ഉൾപ്പെടെ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥയല്ല. നമുക്ക് 14%-15% മാത്രമേ സ്ത്രീ പ്രാതിനിധ്യം പാർലമെൻറ്റിലുള്ളൂ. എന്നാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും IPO കണക്കനുസരിച്ച്, ഇന്റർ പാർലമെൻ്ററി സംവിധാനം അനുസരിച്ച് ഉള്ള കണക്കനുസരിച്ച് പാകിസ്ഥാനിൽ ഏതാണ്ട് 20%, ബംഗ്ലാദേശിൽ ഏതാണ്ട് 21%, ആ നിലക്ക് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ 14-15% നിൽക്കുന്നത്. ഈ അവസ്ഥ മാറണ്ടേ? അത് ഇനിയും നമ്മൾ കാത്തു നിൽക്കേണ്ടതുണ്ടോ? അത് ഏറ്റവും പെട്ടെന്ന്, നമ്മളെപ്പം പറയാറുണ്ടല്ലോ, ശുഭസ്യ ശീഘ്രം, നല്ലത് പെട്ടെന്ന് നടക്കട്ടെ. ആ ആത്മാർത്ഥതയാണ് BJP പ്രകടിപ്പിച്ചത്. ആ ആത്മാർത്ഥതയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി തകർത്ത് തരിപ്പണമാക്കിയത്, ഈ ജനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചത്, സ്ത്രീ സമൂഹത്തെ വഞ്ചിച്ചത്, കബളിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഈ ബില്ല് പാസ്സായിരുന്നെങ്കിൽ 102 സ്ത്രീകൾക്ക്, മാഷ് പറഞ്ഞ കണക്ക് പ്രകാരം 102 സ്ത്രീകൾക്കുള്ള അവസരം ലഭിക്കുന്ന ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സാധ്യതയാണ് ഇവർ തല്ലിക്കെടുത്തിയത്.